ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രത്യേകതരം വീഡിയോ ആട്ടോ ഇടുന്നത്. മറ്റൊന്നുമല്ല, ഞങ്ങളുടെ യൂട്യൂബിനകത്തൊരു ഫ്രണ്ടാണ് വള്ളുവനാടൻ ഫാമിലി, എല്ലാവർക്കും അറിയാവുന്നവരാണ്. അവരുടെ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഞങ്ങൾ ഇതിനകത്തോട് ആദ്യം ഇതിന് വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യാൻ നല്ലതാണെന്നൊക്കെ പറയാൻ വേണ്ടി പരിചയപ്പെട്ടതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര കൂട്ടായിട്ടുണ്ട്. കാരണം ഇത്രയും നല്ലൊരു ഫാമിലിയെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. കാരണം അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ വീഡിയോ കണ്ടാലേ നിങ്ങൾക്കെല്ലാം മനസ്സിലാകത്തുള്ളൂ. വള്ളുവനാടൻ ഫാമിലി. അപ്പം നിങ്ങളും അവരുടെ വീഡിയോകൾ കാണണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. നല്ല ഒരു വീഡിയോ ആയിട്ട് അവരുടെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരുടെ വീഡിയോ ഒരെണ്ണം കാണുമ്പോൾ പിന്നെ കാണാൻ തോന്നും. കാരണം വലിയ ഇതായിട്ടൊന്നുമല്ല, അവരുടെ തന്നെ ജീവിതം, അവരുടെ ജീവിതമാണ്, അഭിനയമല്ല. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, വള്ളുവനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ജോലി ഇല്ല കേട്ടോ. അപ്പോൾ ഇച്ചിരി നേരം വൈകിട്ട് എഴുന്നേറ്റത്. അപ്പോൾ എഴുന്നേറ്റു, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു, പൂവൊക്കെ പൊട്ടിച്ച് നമ്മുടെ ഭഗവാനെ വിളക്കൊക്കെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്ന് നമ്മൾ പോവാറുള്ള പണിയിലേക്കൊക്കെ നമ്മൾ കിടന്നു. അപ്പോൾ നമ്മുടെ ചുമര് പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചുമരൊക്കെ കുറച്ചൊക്കെ ഇതായിട്ടുണ്ട് കേട്ടോ. അവരെ പോലുള്ളവർക്കാണ് സത്യത്തിൽ യൂട്യൂബിനകത്തുനിന്ന് വരുമാനം കിട്ടി തുടങ്ങേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, കാരണം അവരുടെ ഒരു കഷ്ടപ്പാട്, അവരുടെ നല്ല സത്യസന്ധമായിട്ടുള്ളൊരു ജീവിതം. കാരണം കള്ളത്തരങ്ങളോ അങ്ങനെയൊന്നുമല്ല, അവരുടെ സത്യമാണ് അവർ. അമ്മ എടുത്ത് എനിക്ക് ചട്ടിക്ക് ആക്കി തന്നു, ഞാൻ കൊണ്ടേ കൊടുക്കും. മറ്റാൾ തെറ്റിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ശരിയായിട്ടില്ലേ. 10 മണിത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ പണി നിർത്തിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരത്ത് നിർത്തിയത്. അപ്പം നാളേക്കുള്ള കല്ലൊക്കെ കുറച്ച് കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, തലയ്ക്ക് വെച്ച്. കാരണം മറ്റുള്ളവരൊക്കെ അഭിനയിക്കാൻ വേണ്ടിയാണ് യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിതമാണ് നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. അവർക്ക് സമയമില്ല, സമയപരിധി നിർത്തിക്കൊണ്ട് തന്നെ അവർ അത്രയും കാണിക്കുന്നു. അപ്പോൾ അവരെ എല്ലാവരും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇനി മുതലെങ്കിലും കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ചായ കുടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയും നൂൽപുട്ടും പയറുകറിയും കൂടി ഇട്ടാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഓരോ പണിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഫുഡൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി കഴിച്ചു കേട്ടോ. ചേട്ടൻ ഞാനും പാടെ എന്തൊക്കെയോ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേട്ടോ. അവർ എത്രയും പെട്ടെന്ന് അവർ നല്ല നിലയിൽ എത്തിക്കാണട്ടെ എന്ന് ഒരുപാട് ആശംസകൾക്കോടെ. ഓക്കെ, ബൈ.